ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം dx by p ഈക്വൽ ടു dy by q ഈക്വൽ ടു dz by r. ഇങ്ങനെ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പം നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡി എക്സും ഡി വൈയും ഡി എസും എല്ലാം ടോട്ടൽ ഡെറിവേറ്റീവുകളായതുകൊണ്ട് ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ അത് ഡി എക്സ് ബൈ പി, പി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആയിരിക്കും. ഡി വൈ ബൈ ക്യൂ, അത് ക്യൂവും ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ്. ഡി സെഡ് ബൈ ആർ, അതൊരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ഫോമിലുള്ള ഇതാണ് എങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കുന്നത്. മെത്തേഡ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു 2 പാരാമീറ്റർ ഫാമിലി ഓഫ് കർവ്സിൻ്റെ ഇൻ സ്പേസ് ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 പാരാമീറ്റർ ഫാമിലി ഓഫ് കർവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു യു ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1, u1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1, u2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C2 ഫോമിൽ രണ്ട് കർവ്സ് ആക്ച്വലി നമുക്ക് കിട്ടും. അപ്പം C1 C2 കോൺസ്റ്റൻസ് ആണ്. അതിൻ്റെ ഈ പാരാമീറ്റർ മാറുന്നതനുസരിച്ച് നമുക്ക് ഫാമിലി ഓഫ് കർവ്സ് കിട്ടും. ഇതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. അതായത് നമുക്ക് രണ്ട് സൊല്യൂഷൻസുകൾ കിട്ടണം. രണ്ട് ഫംഗ്ഷനുകൾ u1ഉം u2ഉം നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റണം ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന. ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഫംഗ്ഷൻസ് u1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1, u2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C2 ഫോമിലുള്ള രണ്ട് സർഫസുകൾ നമുക്ക് കിട്ടണം. ഈ രണ്ട് സർഫസുകളുടെ C1ഉം C2ഉം മാറുമ്പോൾ നമുക്ക് ഒരു പാരാമീറ്റർ ഓഫ് കർവ്സ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാം. അപ്പോൾ സപ്പോസ് u1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സൊല്യൂഷനാണെന്ന് വിചാരിക്കുക. u1 ഓഫ് എക്സ് വൈ സെഡ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡോ u1 ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ u1 ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ u1 ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കുമല്ലോ. നമ്മൾ u1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു C1 ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ഡോ u1 ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ u1 ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഡോ u1 ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡി എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം നമ്മൾ ടാൻജൻഷ്യൽ ഡയറക്ഷൻ u1 ഈക്വൽ ടു C1 എന്ന് പറയുന്നൊരു പാരാമീറ്റർ സിസ്റ്റം ഓഫ് സർഫസ് ആണെങ്കിൽ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ടു ദ ഇൻ്റഗ്രൽ കർവ്സ് ത്രൂ ദ പോയിൻറ്റ് എക്സ് വൈ സെഡ്, അതിൻ്റെ ഈ ടാൻജൻഷ്യൽ ത്രൂ ദ പോയിൻറ്റ് എക്സ് വൈ ഇസഡ് ഈസ് ഓൾസോ എ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ടു ദി സർഫസ്. അപ്പോൾ നമുക്ക് പി ഡി u1 ബൈ ഡി എക്സ് പ്ലസ് ഡോ u1, ക്യൂ ഡോ u1 ബൈ ഡോ വൈ പ്ലസ് ആർ ഡോ u1 ബൈ ഡോ ഇസഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇതിനു വേണ്ടി അപ്പോൾ നമുക്ക് എന്താ ചെയ്യാവുന്നത്? നമുക്ക് പി ഇൻറ്റു പിയും ക്യൂവും ആറും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? u എന്നുള്ള ഫംഗ്ഷനാണ്. u എന്നുള്ള ഫംഗ്ഷൻ അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ u എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് p1, ഇതിനെ നമ്മൾ p ഡാഷ് എന്ന് വിളിച്ചാൽ, ഇതിനെ നമ്മൾ p ഡാഷ്, ഇതിനെ നമ്മൾ q ഡാഷ്, ഇതിനെ നമ്മൾ r ഡാഷ് എന്നും വിളിച്ചാൽ p ഡാഷ് പ്ലസ് q ഡാഷ് പ്ലസ് r ഡാഷ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു p ഡാഷും q ഡാഷും r ഡാഷും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം p ഡാഷും q ഡാഷും r ഡാഷും നമ്മൾ കണ്ടുപിടിക്കുമ്പം ആ p ഡാഷ് എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ഡോ u1 ബൈ ഡോ എക്സ്, q ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡോ u1 ബൈ ഡോ വൈ, r ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡോ u1 ബൈ ഡോ ഇസഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനെപ്പറ്റി നിങ്ങൾ ഒത്തിരി ബോദർ ചെയ്യേണ്ട, ഈ മെത്തേഡിനെ പറ്റി നിങ്ങൾ കൂടുതൽ ബോദർ ചെയ്യുമൊന്നും വേണ്ട. അപ്പം നമുക്ക് ഈ മെത്തേഡിൽ നിങ്ങൾ മെത്തേഡായിട്ടൊന്നും ചോദിക്കില്ല. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ മെത്തേഡായിട്ടൊന്നും നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾക്കറിയേണ്ടത് ഒരു പ്രോബ്ലം തന്നാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ചോദിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ഇപ്പം നമ്മൾ ചെയ്തത് എന്താണ്? നമുക്ക് 3 ഫംഗ്ഷനുകൾ പി ഡാഷും ക്യൂ ഡാഷും ആർ ഡാഷും കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0. പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന പി ഡാഷും ക്യൂ ഡാഷും ആർ ഡാഷും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ ആ പി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഡോ യു ബൈ ഡോ എക്സ്, ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ, ആർ ഡാഷ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ ഇസഡ് ആയിരിക്കും. അപ്പം ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് u1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഫോമിൽ കിട്ടും. അപ്പം ഇത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഈ പി ഡാഷും ക്യൂ ഡാഷും ആർ ഡാഷും നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പി ഡാഷ് ഇൻറ്റു ഡി എക്സ് പ്ലസ്
ക്യൂ ഡാഷ് ഇൻറ്റു ഡി വൈ പ്ലസ് ആർ ഡാഷ് ഇൻറ്റു ഡി ഇസഡ് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് ഇതൊരു ഡി യു ഈക്വൽ ടു 0 ഫോമിൽ നിന്ന് നമുക്ക് യു ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെത്തേഡ്. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഇതിപ്പം ഞാൻ ചുമ്മാ മെത്തേഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം പിന്നെ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. പി ഡാഷും ക്യൂ ഡാഷും ആർ ഡാഷും നമ്മൾ കണ്ടുപിടിച്ചു. സച്ച് ദാറ്റ് പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പി എന്ന് പറയുന്നത് ആദ്യത്തേൻ്റെ ഡിനോമിനേറ്റർ, അത് ഇൻറ്റു പി ഡാഷ് പ്ലസ് രണ്ടാമത്തെ ക്യൂ ഡാഷ് ഇൻറ്റു ക്യൂ പ്ലസ് ആർ ഡാഷ് ഇൻറ്റു ആർ ചെയ്യുമ്പോൾ ആ സമ്മ് 0 കിട്ടണം. അതായത് നമ്മൾ സം പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് വെച്ചിട്ട് ആദ്യത്തേൻ്റെ ഡിനോമിനേറ്ററിനെ പി ഡാഷ് വെച്ച് രണ്ടാമത്തേനെ ക്യൂ ഡാഷ് വെച്ചിട്ട് മൂന്നാമത്തേനെ ആർ ഡാഷും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് സം 0 കിട്ടുവാണെങ്കിൽ നമുക്ക് അതൊരു ടോട്ടൽ ഡെറിവേറ്റീവ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയർ മെത്തേഡിലും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുക. മൾട്ടിപ്ലയർ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എൽ എം എൻ എന്നുള്ള മൾട്ടിപ്ലയേഴ്സ് വെച്ച് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലയർ വെച്ചിട്ട് നമ്മൾ അതായത് നമ്പർ പർട്ടിക്കുലർ നമ്പർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. എൽ എം എൻ എന്നും പറഞ്ഞ് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ എൽ എം എൻ നമ്മൾ യൂസ് ചെയ്താൽ ന്യൂമറേറ്റർ എന്തായിട്ട് മാറും? എൽ ഡി എക്സ് ബൈ എൽ പി ഈക്വൽ ടു എൽ ഡി വൈ പ്ലസ് എം ഡി വൈ പ്ലസ് എം ക്യൂ ഈക്വൽ ടു എൻ ഡി സെഡ് ബൈ എൻ ആർ ഫോമിൽ വരും. അപ്പോൾ നമുക്ക് ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ആറിനെ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഡിവൈഡഡ് ബൈ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ എന്ന് കിട്ടും. ഇനി ഈ ഡിനോമിനേറ്റർ 0 വരുന്ന പോലെയാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററും 0യോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇങ്ങനെ അതായത് എല്ലും എമ്മും എന്നും മൾട്ടിപ്ലയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. സച്ച് ദാറ്റ് ആ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ ഇസ് ഈക്വൽ ടു 0. എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ 0 ആണെങ്കിൽ നമുക്ക് എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0. എന്നിട്ട് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ പല മെത്തേഡുണ്ട്. എല്ലാത്തിനും ബേസിക്കലി നമ്മൾ ചെയ്യുന്ന പ്രോസസ്സുകൾ സെയിം ആണ്. അപ്പം മെത്തേഡ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് മിക്ക കേസിൽ നമ്മളിപ്പോൾ മൾട്ടിപ്ലയർ മെത്തേഡ് പറഞ്ഞപ്പോഴും മറ്റേ മെത്തേഡ് പറഞ്ഞപ്പോഴും നമ്മൾ ബേസിക്കലി എന്താണ് നമ്മൾ ഡിനോമിനേറ്ററിൻ്റെ സം എടുത്തപ്പം 0 കിട്ടണം അല്ലേ. മറ്റോടത്ത് നമ്മൾ പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻസ് കിട്ടി. സച്ച് ദാറ്റ് പി ഇൻറ്റു പി ഡാഷ് പ്ലസ് ക്യൂ ഇൻറ്റു ക്യൂ ഡാഷ് പ്ലസ് ആർ ഇൻറ്റു ആർ ഡാഷ് ഈക്വൽ ടു 0. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഏകദേശം സെയിം തന്നെയാണോ മറ്റേതിനെ നമുക്കൊരു പർട്ടിക്കുലർ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താ എൽ എം. അപ്പോൾ നമ്മൾ എൽ എം എൻ എന്നും പറഞ്ഞ് 3 മൾട്ടിപ്ലയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. സച്ച് ദാറ്റ് എൽ പി പ്ലസ് എം ക്യൂ പ്ലസ് എൻ ആർ എൽ ഇൻറ്റു പി പ്ലസ് എം ഇൻറ്റു ക്യൂ പ്ലസ് എൻ ഇൻറ്റു ആർ 0 വരുന്ന പോലെ കണ്ടുപിടിച്ചാൽ എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ അതാണ് നമ്മൾ മൾട്ടിപ്ലയർ മെത്തേഡ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. അങ്ങനെ വേറൊരു സെറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നമുക്ക് 2 സെറ്റാണ് കിട്ടേണ്ടത്. U1ഉം U2ഉം ഈക്വൽ ടു ഫോമിൽ കിട്ടും. U1 ഈക്വൽ ടു C1 U2 ഈക്വൽ ടു C2 ഫോമിൽ കിട്ടണം. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് രണ്ടിനെയും നമ്മൾ U1 ഈക്വൽ ടു C1 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സെറ്റ് ഓഫ് വെച്ചിട്ട് U2 ഈക്വൽ ടു C2 കിട്ടും. അപ്പോൾ വേറൊരു മെത്തേഡ് സെക്കൻഡ് മെത്തേഡിൽ അപ്പോൾ അതും നമുക്ക് ചെയ്യാം. ഓൾറെഡി ഒരു സൊല്യൂഷൻ കിട്ടി. നമുക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ രണ്ടാമത്തെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യാം. അപ്പോൾ സപ്പോസ് ആദ്യത്തേൻ്റെ അത് നമുക്ക് x² പ്ലസ് y² ഈക്വൽ ടു Z എന്നും എല്ലാം കിട്ടിയെന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇക്വേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ അകത്ത് Z വരുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് x² പ്ലസ് y² എന്നും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ കിട്ടും. അപ്പോൾ പല മെത്തേഡിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പം ബേസിക്കലി നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ ഫോമിൽ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത്
ഇതിന് ഫസ്റ്റ് എണ്ണത്തിനെ പി വെച്ചിട്ട് സെക്കൻഡിനെ ക്യൂ വെച്ചിട്ട് തേർഡിനെ ആർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്ന പോലത്തെ ഒരു എല്ലും എമ്മും എന്നും കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് മൾട്ടിപ്ലയർ മെത്തേഡ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. സച്ച് ദാറ്റ് പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഈക്വൽ ടു 0. അപ്പോൾ ആ പി ഡാഷും ക്യൂ ഡാഷും ആർ ഡാഷും കണ്ടുപിടിക്കുമ്പോൾ പി ഡാഷ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും മറ്റേത് അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, ആർ ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആയിരിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലയർ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചില കേസിലത് നമുക്ക് ആ ടോട്ടൽ ഡെറിവേറ്റീവ് ഫോമിൽ കിട്ടും. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്താണ്? പിയും ക്യൂവും ആറും കൂടെ എന്നതെങ്കിലുമൊക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്ലൈ ചെയ്ത സാധനം ഇപ്പോൾ എൽ എം എന്നെ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 നമ്മൾ സോൾവ് ചെയ്യും. എൽ ഡി എക്സ് പ്ലസ് എം ഡി വൈ പ്ലസ് എൻ ഡി സെഡ് ഈക്വൽ ടു 0 നമ്മൾ സോൾവ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് കിട്ടും. പിന്നെ ഇതേ പ്രോസസ്സ് നമ്മൾ വേറൊരു സെറ്റ് വെച്ച് ചെയ്യുമ്പം നമുക്ക് രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ കിട്ടും. അതാണ് മൾട്ടിപ്ലയർ മെത്തേഡ്. പിന്നെ നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സർഫസ് ഓൾറെഡി കണ്ടുപിടിച്ചെന്ന് വിചാരിക്കാം. ഓൾറെഡി നമ്മൾ ഒരു സെറ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് ആദ്യത്തെ സെറ്റിൽ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് രണ്ടാമത് പറഞ്ഞ മെത്തേഡ്. പിന്നെയുള്ളൊരു മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് എന്ന് പറയും. അത് നമുക്ക് ഓരോന്നും പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഇപ്പം ചിലതിൻ്റെ അകത്ത് ഇപ്പം ഡി എക്സ് ബൈ പി ഈക്വൽ ടു dy by q ഈക്വൽ ടു dz by r. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. dx by p ഈക്വൽ ടു dy by q ഈക്വൽ ടു dz by r. ഈ ഒരു ഫോമിലാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിചാരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്നും ഇപ്പോൾ സപ്പോസ് ഇത് രണ്ടും എക്സിൻ്റെയും വൈയുടെയും മാത്രം ടേംസിലേ ഉള്ളെന്ന് വിചാരിക്കുക. ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് എക്സും വൈയും മാത്രമുള്ള ടേമുകളെ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് സോൾവ് ചെയ്യുമ്പോൾ സപ്പോസ് ഇത് ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ ഫോമിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു എക്സ് സ്ക്വയറും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. എന്നാലും ഇതിൻ്റെ അകത്ത് എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു എക്സ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം നമുക്ക് ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ എക്സ് വൈ എന്ന് കിട്ടും. എന്നിട്ട് ഈ എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ എന്ന് വരും. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ കിട്ടും. അങ്ങനെ ഗ്രൂപ്പിംഗ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലത്തിൽ തന്നെ പല മെത്തേഡിൽ ഒരു സൊല്യൂഷൻ നമ്മൾ മൾട്ടിപ്ലയർ മെത്തേഡ് ചെയ്തിട്ട് മറ്റേത് നമ്മൾ ഗ്രൂപ്പിംഗ് മെത്തേഡ് ചെയ്യും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഗ്രൂപ്പിംഗ് മെത്തേഡ് നമ്മൾ ചെയ്തത് നമ്മൾ നോക്കുന്നത് ഈ 3 റേഷ്യോയിൽ ഏതെങ്കിലും 2 എണ്ണം എടുക്കുമ്പോൾ 2 വേരിയബിളിൽ മാത്രമായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ 2 എണ്ണം വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതാണ് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 2 വേരിയബിൾസ് വെച്ചിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. 3 വേരിയബിൾസിൽ നിന്ന് അത് 2 വേരിയബിൾസിലോട്ട് കൺവേർട്ട് ചെയ്തപ്പെടും. എന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. എന്നിട്ട് വേറൊരു സൊല്യൂഷൻ കാണും. ഇനിയുള്ളത് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ 2 സെറ്റ് ഇക്വേഷൻസ് കാണും. അതായത് പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. സച്ച് ദാറ്റ് പി ഡാഷ് പ്ലസ് ക്യൂ ഡാഷ് പ്ലസ് ആർ ഡാഷ് ഇസ് ഈക്വൽ ടു 0 പി ഡാഷ് ക്യൂ ഡാഷ് ആർ ഡാഷ് എന്ന് പറയുന്നത് ടോട്ടൽ ഡെറിവേറ്റീവ്. അതായത് പി ഡാഷ് ഡി എക്സ് പ്ലസ് ക്യൂ ഡാഷ് ഡി വൈ പ്ലസ് ആർ ഡാഷ് ഡി ഇസഡ് എന്ന് പറയുന്നത് സം ഡി ഡബ്ല്യു ആണെന്ന് വിചാരിക്കും. ഡി ഡബ്ല്യു ഡാഷ് ആണ്. അതേപോലെ നമ്മൾ വേറൊരു സെറ്റ് പി ഡബിൾ ഡാഷ് ക്യൂ ഡബിൾ ഡാഷ് ആർ ഡബിൾ ഡാഷ് കണ്ടുപിടിക്കുന്ന സച്ച് ദാറ്റ് പി ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഡബിൾ ഡാഷ് പ്ലസ് ആർ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മൾ രണ്ടാമത് ഒരു സെറ്റും കൂടെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഇവിടെയും നമുക്ക് ഇതൊരു ടോട്ടൽ പി ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഡബിൾ ഡാഷ് പ്ലസ് ആർ ഡബിൾ ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് പറയുന്നത് നമുക്കൊരു ടോട്ടൽ ഡെറിവേറ്റീവ് ഫോർ അനദർ ടോട്ടൽ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമുക്ക് ഈ ഡി ഡബ്ല്യു ഡാഷ് ഈക്വൽ ടു ഡി ഡബ്ല്യു ഡബിൾ ഡാഷ് എന്ന് എടുത്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മെത്തേഡ് എല്ലാം ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മെത്തേഡ് ഞാൻ നോട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ നോട്ട് നോക്കി ജസ്റ്റ് ഒരു 2 പ്രാവശ്യം വായിച്ച് 2 പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾ അതുമായിട്ട് യൂസ്ഡ് ആവും. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഈ തിയറി മുഴുവൻ കൂടെ കാണാതെ പഠിക്കുമൊന്നും വേണ്ട, മെത്തേഡ്സ് കാണാതെ പഠിക്കുമൊന്നും വേണ്ട, പ്രോബ്ലം ചെയ്യാൻ പഠിച്ചാൽ മതി. നമുക്ക് ആദ്യം ഒരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻ്റഗ്രൽ കർവ്സ് ഓഫ് ദ ഇക്വേഷൻ. Find the integral curves of the equation.
find the integral curves of the equation dx divided by y into x plus y plus az y into x plus y plus az is equal to dy divided by x into x plus y minus az is equal to dz divided by z into x plus y. Find the integral curves of the equation dx divided by y into x plus y plus az y into x plus y plus az equal to dy divided by x into x plus y minus az equal to dz divided by z into x plus y. അപ്പം ഇത് എന്ത് ഫോമാണ്? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം dx by p equal to dy by q equal to dz by r ഫോമിലുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല മെത്തേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് ഒന്ന് യൂസ്ഡ് ആകാൻ വേണ്ടി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് മൾട്ടിപ്ലയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് കിട്ടുന്നത് പോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കുള്ളത് y ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എസിലും ഇവിടെ നമുക്കുള്ളത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് എസിലുമാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ ഡി എക്സും ഡി വൈയും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നമുക്കൊന്ന് ചുമ്മാ ഡിനോമിനേറ്റേഴ്സ് ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിനോമിനേറ്റേഴ്സ് മാത്രം ആഡ് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്താൽ y ഇൻറ്റു എക്സ് പ്ലസ് വൈ y ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എസിലും പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് എസിലും വരും അല്ലേ. ഡിനോമിനേറ്റേഴ്സ് നമ്മളത് മനസ്സിൽ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിനോമിനേറ്റേഴ്സ് രണ്ടുമൊന്ന് ആഡ് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ പ്ലസ് എസിലും ഇവിടെ മൈനസ് എസിലും ഉണ്ടെന്ന് ആഡ് ചെയ്തപ്പം നമുക്ക് y ഇൻറ്റു എക്സ് പ്ലസ് വൈയും എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈയും കിട്ടി. അപ്പോൾ അത് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ ആണ്. അപ്പോൾ അത് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയറാണ് അല്ലേ. ഇത് എക്സ് പ്ലസ് വൈ കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ എക്സ് പ്ലസ് വൈ വരും. അപ്പം നമുക്ക് ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് വൈ വരും. അതായത് ഡി എക്സ് പ്ലസ് ഡി വൈ ചെയ്തപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഇസഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ ഒരു എക്സ് പ്ലസ് വൈ പോയിട്ട് നമുക്ക് ഡി എക്സ് ബൈ ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇസഡ് എന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിനി അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും രണ്ടെണ്ണം ഇപ്പോൾ ഇതും കൂടെ നോക്കിയപ്പോൾ എ ഇസഡും മൈനസ് എ ഇസഡും കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇത് കുറേ പ്രോബ്ലം ചെയ്ത് നമുക്ക് ശീലമാകുമ്പോൾ ഇത് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ടെണ്ണം കൂടെ നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കുവാണ്. ഡി എക്സും ഡി വൈയും. അപ്പം ഡി എക്സ് പ്ലസ് ഡി വൈ നമ്മൾ ചെയ്തപ്പം നമുക്കത് y ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. കാരണം പ്ലസ് എസിലും മൈനസ് എസിലും പോയി. ഈസ് ഈക്വൽ ടു ഡി ഇസഡ് ബൈ ഇസഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് നമുക്ക് എഴുതാമല്ലോ. അപ്പം നമുക്ക് ഫസ്റ്റ് ടു റേഷ്യോസ് നമ്മൾ ആഡ് ചെയ്തു. ആഡിങ് ഫസ്റ്റ് ടു റേഷ്യോസ് ആൻഡ് ഇക്വേറ്റിംഗ് ടു ദ തേർഡ്. ഇത് മെത്തേഡ് ഓഫ് ഗ്രൂപ്പിങ്ങും എല്ലാം കൂടെ നമ്മൾ ആക്ച്വലി ഇവിടെ കമ്പൈൻ ചെയ്ത മെത്തേഡാണ് അല്ലേ. ഇവിടെ നമ്മൾ ആദ്യത്തെ രണ്ട് റേഷ്യോസ് നമ്മൾ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെയോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏത് റേഷ്യോനെയും മറ്റൊരു റേഷ്യോയോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഏത് രണ്ട് റേഷ്യോസ് നമ്മൾ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തെ റേഷ്യോയോട് ഇക്വേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഇതെല്ലാം പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടു റേഷ്യോസ് എടുത്ത് ആഡ് ചെയ്തിട്ട് അതിനെ മൂന്നാമത്തെ റേഷ്യോയോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഡി എക്സ് പ്ലസ് ഡി വൈ ന്യൂമറേറ്ററിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് ഡിനോമിനേറ്ററിൽ ചെയ്യുക. അതാണ് മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം. ന്യൂമറേറ്ററിൽ ചെയ്ത സെയിം പ്രോസസ്സ് നമ്മൾ ഡിനോമിനേറ്ററിന് ചെയ്യണം. അപ്പം ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എ ഇസഡ് പ്ലസ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് എ. അപ്പോൾ എ ഇസഡും പോയി. എന്നിട്ട് നമ്മൾ മൂന്നാമത്തെ ഇതിനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഡി എക്സ് പ്ലസ് ഡി വൈ ഇനി എക്സ് പ്ലസ് വൈ കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുത്താൽ ഇവിടുന്ന് വൈ പ്ലസ് എക്സ് വരും അല്ലേ. എക്സ് പ്ലസ് വൈയും സെയിം ആണ്. ഡിവൈഡഡ് ബൈ ഇസഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് വരും.
ഇനി എക്സ് പ്ലസ് വൈയും വൈ പ്ലസ് എക്സും സെയിം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഇസഡ് എന്ന് എടുക്കാമല്ലോ. ഒരു എക്സ് പ്ലസ് വൈ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തപ്പോൾ എക്സ് പ്ലസ് വൈ കോമൺ ആയിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ മിച്ചം ഇവിടെ എക്സ് പ്ലസ് വൈയും ഇവിടെ ഡി സെഡ് ബൈ ഇസഡും വരും. അപ്പോൾ നമുക്ക് ഡി എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ഡി സെഡ് ബൈ ഇസഡ് എന്ന് കിട്ടി. അപ്പോൾ ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ്. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ് നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് പ്ലസ് ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി ഇസഡ് ബൈ ഇസഡ് എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് ഡി ഇസഡ് ബൈ ഇസഡ് ഫോമിൽ വരും. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് നോക്കിയാൽ അറിയാം. ഇസഡ് 1/z dz 1/z dz എന്ന് പറയുമ്പോൾ അത് ലോഗ് ഇസഡാണ്. 1/z dz എന്ന് പറയുന്നത് ലോഗ് ഇസഡിൻ്റെ ഡെറിവേറ്റീവാണ്. ലോഗ് 1/zൻ്റെ ഇൻ്റഗ്രൽ ലോഗ് ഇസഡാണ്. ഇനി എക്സ് പ്ലസ് വൈയെ നമ്മളൊരു യു ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ എക്സ് പ്ലസ് വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി എക്സ് പ്ലസ് ഡി വൈ അല്ലേ വരുന്നത്. അപ്പോൾ ഇത് ഡി യു ബൈ യു ഫോമില നോക്കിയേ. എക്സ് പ്ലസ് വൈയെ ഒരു യു ആയിട്ട് കൺസിഡർ ചെയ്താൽ ഡി യു എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഡി വൈ ഡി യു ബൈ യു ഫോമിലല്ലേ വന്നത്. അപ്പോൾ ഇത് ലോഗ് യു എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് ഇസഡ് പ്ലസ് നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടെ വരെ ആയല്ലോ അല്ലേ എല്ലാവരും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് നമുക്ക് ലോഗ് എക്സ് പ്ലസ് വൈ ലോഗ് എക്സ് പ്ലസ് വൈ ലോഗ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു അത് ചെയ്ത് ഇത്രേ ഉള്ളൂ. എക്സ് പ്ലസ് വൈയെ ഒരു യു ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഡി യു ബൈ യു ഫോമിൽ. അപ്പോൾ അല്ല അത് ലോഗ് യു ഈസ് ഈക്വൽ ടു ലോഗ് ഇസഡ് പ്ലസ് ലോഗ് കോൺസ്റ്റൻ്റ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ഇവിടെ എല്ലാം ലോഗ് ആയതുകൊണ്ട് നമുക്ക് ലോഗ് ഇസഡ് എടുക്കാം. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് C1 ഇസഡ് നമുക്ക് എടുക്കാമല്ലേ. കാരണം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബി ആണ്. അപ്പോൾ ലോഗ് ഇസഡ് പ്ലസ് ലോഗ് C1നെ നമുക്ക് ലോഗ് C1 ഇൻറ്റു ഇസഡ് എന്ന് എടുക്കാം. അപ്പം ലോഗ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ലോഗ് C1 ഇസഡ്. അതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു C1 എന്നെടുക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു C1. ഇനി ഇക്വേഷൻ C1 ഇസഡ് ഈക്വൽ ടു C1 ഇസഡ്. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു C1 ഇസഡ് എന്നൊരു സൊല്യൂഷൻ കിട്ടി. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ചെയ്താൽ ഒരു സൊല്യൂഷൻ കൂടെ ഒരു സൊല്യൂഷനായി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു C1 ഇസഡ് എന്ന് പറഞ്ഞ് ഒരു സൊല്യൂഷനായി. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു സൊല്യൂഷൻ കൂടെ കിട്ടുമോ എന്നാണ് നമ്മളിനി നോക്കേണ്ടത്. അപ്പം നമുക്ക് ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ പറയാം. നമ്മൾ ചെയ്ത് എന്താ, ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തു. ഡി എക്സും ഡി വൈയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡി ഇസഡിനോട് ഇക്വേറ്റ് ചെയ്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അതിന് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ എഴുതുവാണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു C1 ഇസഡ് ഇക്വേഷൻ 1 എന്ന് ഇട്ടു. ഇനി നമുക്ക് രണ്ടാമത് ഇനി ഒരു സൊല്യൂഷൻ കൂടെ വേണം. ഇനി നമുക്ക് ചെയ്യാവുന്ന എന്നാ ഒന്ന് ആലോചിച്ചേ. ഇനി എങ്ങനെയെങ്കിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തോ ഡിവൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പം നമുക്ക് വേറൊരു രീതിയിലെങ്കിലും ഈ എ ഇസഡൊക്കെ കളഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. ഇനി എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി ഇസഡ് ചെയ്താൽ എന്ത് കിട്ടും? എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എ എക്സ് ഇസഡ് മൈനസ്, നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുക. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുവാണ്. എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി ഇസഡ് ഇത് ചെയ്താൽ ഡിനോമിനേറ്ററിൽ എക്സ് വെച്ച് ആദ്യത്തേതിന് മൾട്ടിപ്ലൈ. അപ്പോൾ എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എ എക്സ് ഇസഡ് മൈനസ് വൈ ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ് എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ, അവിടെ പ്ലസ് എ വൈ ഇസഡ് വരും. അപ്പോൾ നമുക്ക് ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയിട്ട് മിച്ചം ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എ ഇസഡ് കോമൺ ആയിട്ട് എടുത്താൽ എക്സ് പ്ലസ് വൈ വരും. അപ്പോൾ ഇസഡ് എക്സ് പ്ലസ് വൈ ഇപ്പുറത്ത് കിടപ്പുണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്കതാണ് ഇനി ചെയ്യാവുന്നത്. അത് നമ്മൾ ഓരോന്നും എടുത്ത് പിടിച്ച് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ചെയ്യുക. എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ചെയ്താൽ
xy into x plus y plus axz minus xy into x plus y plus ayz is equal to dz by z into x plus y എന്ന് എടുക്കാം. ക്ലിയർ ആയോ ചെയ്തത്? അതായത് നമ്മൾ ആദ്യത്തേത് നമ്മൾ ചെയ്ത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തോട് ഇക്വേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തേനെ എക്സ് വെച്ചിട്ടും രണ്ടാമത്തേനെ വൈ വെച്ചും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ആ ഡിഫറൻസ് ആണ് നമ്മൾ മൂന്നാമത്തേതിനോട് എടുക്കുന്നത്. ആ ഡിഫറൻസ് ആണ് നമ്മൾ മൂന്നാമത്തെ ഒരു റേഷ്യോട് ഇക്വേറ്റ് ചെയ്തേക്കുന്നത്. എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എ എക്സ് ഇസഡ് മൈനസ് എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എ വൈ ഇസഡ്. ഇവിടെ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി. അപ്പം എന്ത് വരും? എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ ഡിവൈഡഡ് ബൈ ഈ എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ഇൻറ്റു ഇത് പോകും എ എക്സ് ഇസഡ് പ്ലസ് എ വൈ ഇസഡ് ഇസ് ഈക്വൽ ടു dz by z into x plus y implies x dx minus y dy divided by az into x plus y equal to dz by z into x plus y. ഇപ്പം z into x plus y കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇപ്പം വരെയായോ? ഇപ്പം നമ്മൾ എക്സ് ഇൻറ്റു ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു ഡി വൈ ഡി ഇസിനോട് ഇക്വേറ്റ് ചെയ്തു. implies x dx minus y dy divided by a z into x plus y cancel ചെയ്ത് പോയി is equal to dz by 1 എന്ന് വരും. dz by 1 implies x dx minus y dy is equal to a dz എന്ന് വരും. z x plus y പോയിട്ട് ഇവിടെ a ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ മൈനസ് ഈസ് ഈക്വൽ ടു എ ഇസഡ്. അപ്പോൾ എന്ത് വരും? എക്സ് ഡി എക്സ് മൈനസ് വൈ ഡി വൈ മൈനസ് എ ഡി ഇസഡ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമുക്ക് ചെയ്യാവുന്നത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് അപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോമിൽ കിട്ടി. ഇൻ്റഗ്രേറ്റിംഗ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് എ ഇസഡ് ഡി ഇസഡ് എന്നല്ലേ വരുന്നത്. എ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എ ഇസഡ് ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് C2. ഓൾറെഡി നമുക്കൊരു കോൺസ്റ്റൻറ്റ് എടുത്തു, അപ്പോൾ നമ്മൾ വേറൊരു കോൺസ്റ്റൻറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2 എ ഇസഡ് ഈസ് ഈക്വൽ ടു 2C2. അപ്പോൾ 2C2 എന്ന് പറയുന്നത് C2 എന്ന് പറഞ്ഞാൽ ഒരേപോലെ. കാരണം എന്താ? അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഞാൻ മോളോട്ട് കയറ്റി ചെയ്താൽ അപ്പോൾ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2 AZ ഇസ് ഈക്വൽ ടു 2C2. അതായത് ഈ ഇക്വേഷന് നമ്മൾ മൊത്തം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2 AZ ഈക്വൽ ടു 2C2. അല്ലെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2 AZ ഈക്വൽ ടു 2C2 നമുക്ക് C3 എന്ന് വിളിക്കാം. അപ്പോൾ ഇക്വേഷൻ 2 കിട്ടി. അപ്പോൾ നോക്കിയേ, രണ്ട് റിലേഷൻസ് നമുക്ക് എക്സും വൈയും ഇസഡും തമ്മിൽ കിട്ടി. ആദ്യത്തെ റിലേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു C1 ഇസഡ്. രണ്ടാമത്തെ റിലേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് 2 AZ ഈക്വൽ ടു 2 ഈക്വൽ ടു C3. therefore നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ഇൻ്റഗ്രൽ കേർവ്സ് ഓഫ് ദ ഇക്വേഷൻ എന്നുള്ളതല്ലേ ചോദിച്ചേക്കുന്നത്. ഹെൻസ് ദ ഇൻ്റഗ്രൽ കേർവ്സ് ഓഫ് ദ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് the integral curves of the given differential equations are given by x plus y equal to C1 isn't x square minus y square minus 2AZ equal to C3. x plus y equal to C1 is at x square minus y square minus 2AZ equal to C2. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 സൊല്യൂഷൻ കിട്ടി.
ആ രണ്ട് സൊല്യൂഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇത് C3 ഇടണമെന്ന് നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് 2C2 ഞാൻ പിന്നെ C2 ഇടുമ്പോൾ അതെങ്ങനെ വന്നു എന്നൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി C3 ഇട്ടതാണ്. സാധാരണ നമ്മളൊക്കെ എപ്പോഴും 2C2 C2 എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നത്. കാരണം C2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനകത്തോട്ട് 2 ചേർന്നാലും 2 ചേർന്നില്ലെങ്കിലും അത് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളൊരു നൊട്ടേഷൻ എന്നുള്ളതേ ഉള്ളൂ കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താണ് ഇവിടെ? അപ്പം നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നിർത്താം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതാണ് ഇൻ്റഗ്രൽ കർവ്സ് ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ കർവ്സ് നമുക്ക് കിട്ടി. x+y = C1z x² - y² - 2az = C3 എന്നും പറഞ്ഞ് നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഇതും കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് എന്താ ഇവിടെ? നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യണം. dx / y × x + y + az dy / x × x + y - az dz / z × x + y. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് എന്താ, ആദ്യത്തെ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തിട്ട് മൂന്നാമത്തോട് ഇക്വേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ x dx - y dy ചെയ്തിട്ട് മൂന്നാമത്തോട് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 സെറ്റ് കിട്ടി. ഇനി നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുവാണെങ്കിൽ നമുക്ക് ഇതും കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിനി ഇതിനെ വേറെ രീതിയിലും കൂടെ ചെയ്യുന്ന ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറെ മെത്തേഡിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സൊല്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ സൊല്യൂഷൻ വേണമെങ്കിൽ എടുക്കാം. അതുമല്ല എങ്കിൽ നമുക്ക് വേറെ രീതിയിലും മൾട്ടിപ്ലയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇതിന് പകരം നമ്മൾ P' = x, Q' = -y R' = -a എന്നെടുത്ത് നോക്കിയേ. അതായത് നമുക്കിത് മൊത്തം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണം. ഡിനോമിനേറ്റർ മൊത്തം ആഡ് ചെയ്യുമ്പോൾ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ x വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ മനസ്സിലൊന്ന് ചെയ്ത് നോക്കുക. xy × x + y + axz കിട്ടും. പിന്നെ -y ചെയ്താൽ ആ xy × x + y പൊയ്ക്കോളും. -az എന്നുള്ളത് +axy ആയിട്ട് മാറും. അപ്പം പിന്നെ ഈ രണ്ട് ടേമും പോയിട്ട് മിച്ചം എത്രയേ ഉള്ളൂ? a z × x + y. അപ്പോൾ ഇവിടെ ഒരു -a കൊണ്ടുവന്നാൽ അത് പൊയ്ക്കോളും. അപ്പോൾ നമ്മൾ പിന്നത്തേത് ചെയ്യുമ്പോഴത്തേക്കും -az × x + y. അപ്പോൾ ഈ രണ്ട് ടേമും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി ഡിനോമിനേറ്റർ 0 കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഡിനോമിനേറ്റർ 0 വരുന്നത് നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് സം ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 0 വരുന്നത് പോലെ ഏതെങ്കിലും 3 ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് ശീലമാകുമ്പോഴേ നമുക്കങ്ങനെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ x × this +-y × this -a ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 0 വരും. അപ്പോൾ നമുക്ക് x dx - y dy - a dz = 0 എന്ന് വെക്കാം. അപ്പോൾ അനദർ മെത്തേഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അനദർ മെത്തേഡ് if we take P' = x, Q' = -y and R' = -a, then P' + Q + R is equal to 0. P എന്ന് പറയുന്നത് എന്താണ്? ഇത്. Q എന്ന് പറയുന്നത് ഇത്. R എന്ന് പറയുന്നത് ഇത്. P' + Q + R is equal to 0. Therefore, x dx - y dy plus -a dz = 0. അതായത് നമ്മൾ x - y - a ആണ് എടുത്തേക്കുന്നത്. അത് മൾട്ടിപ്ലയർ മെത്തേഡായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ x × dx - y × dy - a × dz ചെയ്തപ്പോൾ ഡിനോമിനേറ്റർ 0 ആയതുകൊണ്ട് നമുക്ക് x dx - y dy - a dz = 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റഗ്രേറ്റിംഗ് x² / 2 - y² - -az is equal to C1 implies x² - y² - 2az is equal to 2C1. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. നമുക്ക് 2 സൊല്യൂഷനാണ് വേണ്ടത്. ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലയേഴ്സ് യൂസ് ചെയ്തു. x - y - a എന്നുള്ള മൾട്ടിപ്ലയർ യൂസ് ചെയ്തപ്പം നമുക്ക് എക്സും വൈയും ഇസഡും തമ്മിൽ ഒരു റിലേഷൻ കിട്ടി. ഇത് നമുക്ക് നേരത്തെ കിട്ടിയ ഒരു റിലേഷൻ പോലെ തന്നെയല്ലേ കിടക്കുന്നത്. നമ്മൾ ഏത് മെത്തേഡ് ചെയ്താലും നമ്മുടെ ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും.
ചെറിയ കോൺസ്റ്റൻറ്റിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ കാണുകയുള്ളൂ. ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ x² - y² - 2az = 2c1 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒരെണ്ണം അപ്പോൾ ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അതിനെ നമ്മൾ ഇക്വേഷൻ 1 2c1 എന്നുള്ളത് നമുക്ക് c1 ഇട്ടാൽ മതി. അതിന് ഇക്വേഷൻ 3 കിട്ടും. 1 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതല്ല. അപ്പോൾ =3 എന്ന് കിട്ടി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലയർ ചെയ്ത് ഡിനോമിനേറ്റർ 0 വരാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ ഒരു z കളയാൻ പറ്റുമോ നോക്കാം. അതായത് 1/z എടുത്താൽ ആദ്യത്തെ രണ്ട് 1/z വെച്ച് ചെയ്താൽ y/z × x + y + a പിന്നെ 1/z പിന്നെ ചെയ്യുമ്പം x/y × x + y -az/z ചെയ്യുമ്പം -a. അപ്പോൾ ഈ +aയും -aയും പോയി. ഇത് x/z ആണ്. ഇപ്പം മിച്ചമുള്ളത് എന്താ? 1/z എടുത്താൽ 1/z കോമൺ ആയിട്ട് നമ്മൾ 1/z × x + y നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ 1/z × x + y കോമൺ ആയിട്ട് നമ്മൾ എടുത്താൽ y + x വരും. x + y / z നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ മിച്ചം x + y വരും. അപ്പം നമുക്ക് x + y² z ആണ് കിടക്കുന്നത്. അപ്പം ഇനി നമുക്ക് അവിടെ ഒരു അപ്പോൾ അവിടെ x + y² z വന്നാലേ നമുക്ക്, അതായത് ഇവിടെ നമുക്ക് ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഈ ഒരു ടേം കളയണമെന്നുണ്ടെങ്കിൽ ഇത് -x + y² z കിട്ടണം. അപ്പോൾ ഓൾറെഡി x + y അവിടെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്തെടുക്കണം? -x + y / z² എടുത്താലല്ലേ ഡിനോമിനേറ്ററിൽ z വരുള്ളൂ. അപ്പം ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടെ ഞാൻ പറയാം. നമ്മൾ മൾട്ടിപ്ലയർ എടുക്കുമ്പം നമുക്കിവിടെ az ഇവിടെ -az ഉണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ പ്രോസസ്സിൽ നമ്മൾ എക്സും -y ഒക്കെ എടുത്തിട്ട് നമുക്കൊരു റിലേഷൻ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു z കളയാൻ വേണ്ടി നമ്മൾ 1/z വെച്ച് ആദ്യത്തെ രണ്ട് ടേംസ് എടുക്കുക. ആദ്യത്തെ രണ്ട് ടേംസ് 1/z വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം y/z × x + y + a, അടുത്തത് x/y × x + y - a എന്ന് വരും. അപ്പോൾ ഈ എയും ക്യാൻസൽ ചെയ്ത് പോയി x + y കോമൺ ആയിട്ട് x + y/z കോമൺ ആയിട്ട് പുറത്തെടുത്താൽ മിച്ചമുള്ളത് x + y. അപ്പം x + y² ആണ് ഇവിടെ ഉള്ളത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ x + y² z വരും. അപ്പം നമുക്കിനി ഇത് കുറയ്ക്കണം. ഇത് 0 ആക്കണം. ഈ മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 ആക്കുവാണ് വേണ്ടത്. അപ്പോൾ x + y² z നമ്മൾ കുറയ്ക്കാൻ വേണ്ടി നമ്മളിനി എന്നാ ചെയ്യേണ്ടത്? ഈ ഒരു ടേമിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്താലാണ് അതിനെ നമുക്ക് -x + y² z വരുന്നത്? അപ്പോൾ അവിടെ ഓൾറെഡി ഒരു x + y ഉണ്ട്. അപ്പോൾ ഒരു x + y കൊണ്ടുവരണം. ഒരു -x + y / z² ആണ് ഇതിനെ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അപ്പോൾ x + y z ചെയ്യുമ്പം -x + y² / z വരും. അപ്പോൾ നമ്മൾ അതാണ് അടുത്ത മൾട്ടിപ്ലയർ ആയിട്ട്. അത് നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കിയിട്ട് ആൻസറിലോട്ട് പോവുകയാണ്. നൗ ഇഫ് യു ടേക്ക്, അപ്പോൾ നമ്മൾ ഇക്വേഷൻ 3 വരെ എഴുതിയിട്ട് നൗ ഇഫ് യു ടേക്ക് p ' = 1/z, q ' = 1/z and r ' = p ', q ', r ' നമുക്ക് -x + y/z എടുക്കാം. -x + y/z എടുക്കുക. അപ്പം p ', q ', r '. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുക്കുവാണെങ്കിൽ p +q q +r r = 0. Therefore p dx + q dy + r dz = 0 എന്നെടുക്കാം. പിയും ക്യൂവും ആറും ഇതാണ്. നമ്മൾ ഫോർമുല പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു p + q q + r r 0 ആണെങ്കിൽ നമുക്ക് p dx + q dy + r dz = 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കതിൽ നിന്ന് 1/z dx
പ്ലസ് 1/z dy മൈനസ് എക്സ് പ്ലസ് വൈ ബൈ ഇസഡ് dz ഈക്വൽ ടു 0 എന്ന് എടുക്കാം. 1/z dx പ്ലസ് 1/z dy മൈനസ് എക്സ് പ്ലസ് വൈ dz ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ ഇസഡ് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പം dx പ്ലസ് dy മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ dz ഈക്വൽ ടു 0 എന്ന് എടുക്കാമല്ലോ. ഇസഡ് നമ്മൾ ക്യാൻസൽ ചെയ്താൽ dx പ്ലസ് dy മൈനസ് എക്സ് പ്ലസ് വൈ dz ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടം വരെ ആയോ? അപ്പോൾ നമ്മൾ പുതിയ മൾട്ടിപ്ലയർ ആണ് എടുത്തേക്കുന്നത്. 1/z മൈനസ് എക്സ് പ്ലസ് വൈ ബൈ ഇസഡ് എടുത്തു. അപ്പം പി ഡബിൾ ഡാഷ് പ്ലസ് ക്യൂ ഡബിൾ ഡാഷ്, അതായത് അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ 0 ആണ്. അപ്പം നമുക്ക് പി ഡബിൾ ഡാഷ് ഡി എക്സ് പ്ലസ് ക്യൂ ഡബിൾ ഡാഷ് ഡി വൈ പ്ലസ് ആർ ഡബിൾ ഡാഷ് dz ഈക്വൽ ടു 0. അത് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടി. അപ്പം നമുക്ക് dx പ്ലസ് dy ഈക്വൽ ടു എക്സ് പ്ലസ് വൈ dz നമ്മൾ എടുക്കുവാണെങ്കിൽ dx പ്ലസ് dy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു dz ബൈ 1 എന്ന് നമുക്ക് എടുക്കാമല്ലോ. നമുക്ക് ചെയ്യുമ്പം എളുപ്പം എപ്പോഴും ഒരേ രീതിയിൽ കിടക്കുന്നത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇസഡ് സ്ക്വയർ ഉണ്ടായിരുന്നല്ലേ, അത് വിട്ടുപോയതാണ്. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. നമ്മൾ ഇസഡ് സ്ക്വയർ അല്ലേ എടുത്തത്, മൈനസ് ഓഫ് എക്സ് പ്ലസ്. അപ്പം ഒരു ഇസഡ് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ഇസഡ് വരും. അപ്പോൾ ഇവിടെ ഇസഡ് ഉണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഓർത്തോണേ. ഞാനത് ഇസഡ് സ്ക്വയർ ആണ്, ഇത് രണ്ടും ഇസഡ് പോയി, ഇവിടെ ഇസഡ് സ്ക്വയറും ഉണ്ട്. അപ്പം മൈനസ് എക്സ് പ്ലസ് വൈ ബൈ ഇസഡ് വരും. അതിന് അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് എക്സ് പ്ലസ് വൈ ഇങ്ങോട്ട് കൊണ്ടുപോയി ഇസഡ് ആക്കുക. അപ്പോൾ എക്സും വൈയും ഇസഡും തമ്മിൽ റിലേഷനിൽ കിടക്കും. സോ നമുക്ക് എന്ത് പറയാം? dx പ്ലസ് dy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു dz ബൈ ഇസഡ് എന്ന് കിട്ടും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എക്സ് പ്ലസ് വൈ, കാരണം ഇത് യു ആയിട്ട് എക്സ് പ്ലസ് വൈ യു ആയിട്ട് എടുത്താൽ ലോഗ് ഡി യു എന്ന് പറയുന്നത് ഡി എക്സ് പ്ലസ് ഡി വൈ. അപ്പം ലോഗ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ഇസഡ് പ്ലസ് ലോഗ് C2 എന്ന് എടുക്കുക. C1 ഓൾറെഡി യൂസ് ചെയ്ത് ലോഗ് C2 എന്ന് വരും. അപ്പം നമുക്ക് ലോഗ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് C2 ഇസഡ്. അപ്പോൾ രണ്ട് ലോഗുകളും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു C2 ഇസഡ് ഇക്വേഷൻ 4 എന്നെടുക്കാം. അപ്പം നമുക്ക് 3ഉം 4ഉം കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പം സൊല്യൂഷൻ ആകും. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു C2 ഇസഡ് എന്ന് കിട്ടി. Equation 4. Therefore, the integral curves to the given differential equation is given by x square minus y square minus 2az equal to c1, x plus y equal to c2z. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് ഇൻ്റഗ്രൽ കർവ്സിൻ്റെ സൊല്യൂഷൻ. ഇൻ്റഗ്രൽ കർവ്സ് ആയിട്ട് വരുന്നത് ഈ രണ്ടെണ്ണം കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ്. അപ്പം അതായത് dx by p ഈക്വൽ ടു dy by q ഈക്വൽ ടു dz by r ഫോമിൽ കിടക്കുന്നതിനെ സോൾവ് ചെയ്യുമ്പം നമുക്ക് രണ്ട് സെറ്റ് കിട്ടണം. അപ്പോൾ ആദ്യത്തെ സെറ്റും രണ്ടാമത്തെ സെറ്റും ഡിഫറെൻ്റ് ആയി. ആദ്യത്തെ സെറ്റ് പോലെ തന്നെ രണ്ടാമത്തെ സെറ്റ് എടുത്താൽ നമുക്ക് ആൻസർ ചെയ്ത് തെറ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടു ആദ്യം നമ്മൾ ഒരു രീതി ചെയ്തു, നമ്മൾ അതായത് ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഈ സെയിം സൊല്യൂഷൻ കിട്ടി. അപ്പം നിങ്ങൾ ആദ്യത്തേത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ കിട്ടി, എന്നിട്ട് രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലയറിൽ ഈ സെയിം സൊല്യൂഷൻ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് പല മെത്തേഡ് ചെയ്യുമ്പോൾ ഒരേ സൊല്യൂഷൻ കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ പല മെത്തേഡ്സ് കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിൽ സോൾവ് ചെയ്ത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ കർവ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള യുവും വിയും അല്ലെങ്കിൽ u1 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c1, u2 ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു c2 ഫോമിൽ രണ്ട് കർവുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഇത് ഞാൻ ഒരേ പ്രോബ്ലം തന്നെ രണ്ട് രീതിയിൽ ചെയ്ത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ, ഞാനതിപ്പോൾ ചെയ്യുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആദ്യത്തേത് ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ സൊല്യൂഷൻ എക്സ് പ്ലസ് വൈ ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്തപ്പം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു c1 ഇസഡ് എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ c1 എന്ന് എടുത്തിട്ട് ഈ ഇസഡിൻ്റെ അകത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാം. അങ്ങനെ പ്രോബ്ലം ആവശ്യം വരുമ്പോൾ നമുക്കത് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഈ മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതേ ഉള്ളൂ.